Hello guys, welcome back to a new video of Obsidian Fury Tech Editing Tutorials. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് Vivacut എന്ന ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ്വെയർ അല്ല, ആപ്പ്. അതിന് മുമ്പായി നിങ്ങൾ ചാനലിൽ പുതിയതാണെങ്കിൽ പ്ലീസ് എൻഷുർ ദാറ്റ് യു ഹാവ് സബ്സ്ക്രൈബ് ടു അവർ സ്മോൾ ചാനൽ. അപ്പോൾ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ മിക്കപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ബ്രോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ എൻ്റെ വീഡിയോസ് ഒരിക്കലും ഒറ്റ ആപ്പ് വെച്ചല്ല എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് KineMaster പ്ലസ് Vivacut പ്ലസ് PicsArt പ്ലസ് Alight Motion ഇങ്ങനെ ഒട്ടനേകം ആപ്പുകൾ ഒന്നിച്ച് ഉപയോഗിച്ചാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, പല പല എഫക്റ്റുകൾക്ക് വേണ്ടി. കാരണം ഓരോ ആപ്പിനും അതിൻ്റേതായ പ്രത്യേക എബിലിറ്റി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് Vivacut പറ്റിയാണ്. KineMasterനെ പറ്റി ഞാൻ വീഡിയോ പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടാക്കിക്കോളാം. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിനനുസരിച്ചുള്ള വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ Vivacut ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടി വരും. ഇതിൻ്റെ മോഡ് APK ആണെങ്കിലും ഒറിജിനൽ APK ആണെങ്കിലും അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. മാക്സിമം പോയ 100 MB അങ്ങാണ്ടേക്കേ വരുള്ളൂ, മിക്കവാറും 70 MB അയക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ Vivacut ഓപ്പൺ ചെയ്യുക. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയായിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പൊക്കത്ത് ഒരു ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണും, അത് നിൽക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ പൊക്കത്ത് 3 ഓപ്ഷൻസ് കാണുന്നത്: വീഡിയോസ്, ഇമേജസ്, പിന്നെ ഓൺലൈനകത്ത് നിങ്ങൾക്ക് നെറ്റ് ആവശ്യം വേണ്ടി വരും. നെറ്റിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് വേണമെങ്കിൽ കുറേ എഫക്ട്സുകൾ വരെ ഇതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഗ്രീൻ സ്ക്രീൻ്റെ ആയിരിക്കും മിക്കതും. അപ്പോൾ ആദ്യം ഞാൻ ഏതെങ്കിലും ഒരു ഐറ്റം എടുത്ത് പിക്കപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ. ഇത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് അല്ല, ആക്ച്വലി നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമായിരുന്നെങ്കിൽ പിന്നെ നല്ല കുറേ വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം വെറുതെ നിൽക്കുക, പിന്നെ ഇതിങ്ങനെ ഓരോന്നായിട്ട് നിൽക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് താഴെ ഈ ഓരോ ഓപ്ഷൻസ് അല്ല, കുറച്ച് ഇമേജസ് കാണും. അത് ആ വീഡിയോസിൻ്റെയാണ്. നിങ്ങൾക്ക് ഇന്ന സാധനം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻറ്റു ചെയ്ത് കട്ട് ചെയ്യാവുന്നതാണ്. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമാതിരി ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെക്കുക, നിങ്ങളുടെ ഫോൺ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫോണാണെങ്കിൽ, എന്നിട്ട് വീഡിയോൻ്റെ ക്വാളിറ്റി, അതായത് വീഡിയോൻ്റെ ഫ്രെയിംസ് കുറേ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ പ്രിവ്യൂ ക്വാളിറ്റി എന്നൊരു ഓപ്ഷനോടൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിൽക്കുക. പിന്നെ എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിംഗ് ഫോൺ ടൈപ്പ് സാധനമാണ് ഒരുമാതിരി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഹൈ വെച്ചിട്ട് 60 FPS ഒക്കെ, കാരണം വീഡിയോയും 60 FPS റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിനകത്ത് പ്ലേ ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് കാണാം വീഡിയോ എങ്ങനെയാണ് ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഞങ്ങൾ കാണിച്ചു തരാൻ വേണമെങ്കിൽ പറ്റും. ഇതിൻ്റെ 60 FPS ഉള്ളത് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് പ്ലേ ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാം. KineMaster എന്ന് പറയുമ്പോൾ നമ്മൾ പോസ് ചെയ്തിട്ട് വേണം എഡിറ്റിംഗ് നടത്താൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ കാര്യം അങ്ങനെയല്ല, പ്ലേ ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാം. അതിന് ഞാൻ ജസ്റ്റ് നെറ്റ് ഓഫ് ആക്കണേ. മെയിൻലി നെറ്റ് ഓഫ് ആക്കുമ്പോഴാണ് കറക്റ്റ് വരുന്നത്. അല്ല, കറക്റ്റായിട്ട് നല്ല ഇതിൻ്റെ കുറച്ച് എഫക്ട്സൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളത് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കൺഫ്യൂസ് ആയി പോകും, അതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കിത് ഈ VFX എന്നൊരു ഓപ്ഷൻ പോകുമ്പോൾ നിങ്ങൾക്ക് പല
യൂട്യൂബർമാരുടെയൊക്കെ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ ഈ ഹാർട്ട് ബീറ്റ് പോലത്തെ എഫക്ട്സൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇവിടെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പിടിച്ച് അമർത്തണം, കണ്ട. അപ്പോൾ വീഡിയോ പ്രിവ്യൂവും കൂടി ആയിക്കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഘോസ്റ്റ് കാണിച്ചാൽ കണ്ട, ഇതുമാതിരി എഫക്ട്സുകൾ കുറേ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓഫ്ലൈനിലാണെങ്കിൽ മാക്സിമം ഇത്രയും വരെ കിട്ടും. പക്ഷെ ഓൺലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം കിട്ടും ഇതുമാതിരി എഫക്റ്റ്. കുറേ ഉണ്ട് ഇവിടെ, ധാരാളം ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരാമെന്ന്. എൻ്റെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ പ്രിവ്യൂ വെറുതെ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഇതുമാത്രം കരുതണ്ട, ഇത് ഇങ്ങനെ മാത്രമേ പറയുള്ളൂ. ഇത് ഓരോന്നോരോന്നായിട്ടല്ല, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്നിന് പുറമെ മറ്റൊരെണ്ണം ഇടാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്യുക, അങ്ങനെ ആഡ് ചെയ്യാം. മൂന്നാമത്തത് ആഡ് ചെയ്ത് ഓക്കെ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ബാക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ശരിക്കും ഹൊറർ സിനിമേൻ്റെ ഒരു എഫക്റ്റ് പോലെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതുമാതിരി ഒരു സെറ്റപ്പിലൂടെ നിങ്ങൾക്ക് അത് നല്ല മനോഹരമൊക്കെ ആക്കി എടുക്കാവുന്നതാണ്. നല്ല കുറേ എഫക്റ്റുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി വരുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ട്രിം ചെയ്യണമെന്ന്. അപ്പം ഞാൻ ചിലരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, എഡിറ്റിംഗ് ഒട്ടും അറിയാൻ പാടാത്ത ആൾക്കാരുടെ കേസസ് ആണ് പറഞ്ഞത്. അവർക്ക് ഈ വീഡിയോസിൽ മിക്കപ്പോഴും ഒരു ട്രിം ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ തന്നെ ഇടും. പ്രത്യേകിച്ചും യൂട്യൂബറായിട്ട് പുതിയതായിട്ട് ആൾക്കാർ വന്നെയാണെങ്കിൽ അവർ വീഡിയോസ് ട്രിം ചെയ്യില്ല. എന്തെങ്കിലും ഇൻ്റർഫറൻസ് ഉണ്ടെങ്കിൽ അത് ട്രിം ചെയ്ത് കളയാണ്ട് വെറുതെ എടുത്ത് അങ്ങോട്ട് ആഡ് ചെയ്ത് അവർ ഇൻട്രോ ഒക്കെ ചേർത്ത് ഇടുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയണേ, വീഡിയോസ് പ്ലീസ് ട്രിം ചെയ്യുക. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉദ്ദേശിച്ചാൽ പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ ആ വീഡിയോ തന്നെ ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാൽ പറഞ്ഞേക്കുന്നത്, അത് പറഞ്ഞില്ലെന്ന് വേണ്ട. ഇപ്പോൾ Vivacut ട്രിമ്മിങ് എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് വീഡിയോയിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോ ലെയറിൽ എങ്ങാണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ട് നിൽക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കാവുന്നതാണ്, പക്ഷേ ലെയറിൽ നിൽക്കാവുന്നതാണ്. പക്ഷേ അതിൽ ഇതുമാതിരി ഓപ്ഷൻ അല്ലായിരിക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കിയതിന് ശേഷം നിങ്ങൾക്ക് എവിടം വരെ വേണ്ടത് അത്ര വശം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി വെക്കുക. ഇനി വീഡിയോന് സ്പീഡ് കുറച്ച് കൂടുതലാണ്, നിങ്ങൾക്കത് കറക്റ്റ് പൊസിഷൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ 2 വിരൽ സ്ക്രീനിൽ വെക്കുക, ലെയറിൻ്റെ അവിടെയിട്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വലിക്കുക. അതൊന്ന് 2 വിരൽ സ്ക്രീനിൽ നടുക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിലൂടെ അത് ഓപ്പൺ ചെയ്യണ മാതിരി ഒന്ന് വലിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാം. ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് ഇത്ര വരെ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഇതുമാതിരി ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിങ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലാണ്, പക്ഷേ അറ്റത്ത് എത്തണമെങ്കിൽ ഇതിങ്ങനെ അകത്തോട്ടേക്ക് വലിക്കുക. പുറത്തോട്ട് വലിക്കേണ്ട, അകത്തോട്ട് വലിക്കുക. ഇതാ ദേ അടക്കാം, അറ്റത്തെത്തി. ഒരു സെക്കൻഡ് പോലും എടുത്തില്ല അത് അറ്റത്തെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇത് ഡോണ്ട് വറി, ഇത് നിങ്ങളുടെ എഡിറ്റിങ്ങിന് ബാധിക്കുന്നതല്ല, അല്ലെങ്കിൽ വീഡിയോയിനൊന്നും ബാധിക്കില്ല. ഇത് ജസ്റ്റ് എന്ന് പറയാം, വീഡിയോയിനെ എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്, ഒരു അഡീഷണൽ ഫീച്ചറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഇത് ഇപ്പോൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് ഇവിടെ മുതൽ ആവശ്യമില്ല, അപ്പോൾ ഞാൻ ഇവിടെ സ്പ്ലിറ്റ് നോക്കി. ഓക്കെ, എന്നിട്ട് എനിക്ക് എവിടെ മുതലാണ് വേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് നീക്കി കൊണ്ടുപോയി അതാ ഈ ഒരു വശത്തായിട്ട് ഞാൻ പിന്നെയും കൊണ്ടുവന്ന് ടാപ്പ് ചെയ്യും, പിന്നെ സ്പ്ലിറ്റ് നിൽക്കും. ഇത്രയും വശം നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ എങ്കിൽ പിന്നെ നിങ്ങൾക്കത് ജസ്റ്റ് ഡിലീറ്റ് ആക്കുക. ഓക്കെ, ഡിലീറ്റ് ആക്കിയത് കാണിച്ചത് കണ്ട നേരെ ഇങ്ങോട്ട് വന്ന്. അപ്പം അങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ആ ഒരു വശം മാത്രം നിങ്ങളുടെ ക്ലിപ്പിൽ നിന്ന് കളയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവരാമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതേ വശം പിന്നെ തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ വെച്ച് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അനുസരിച്ച് ഇവിടെ ജസ്റ്റ് ഒരു ആരോ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരോ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ അൺഡു എന്നൊരു ഓപ്ഷനാണത്. നമ്മൾ ചെയ്തത് മുഴുവൻ ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുക.
ഈ തിരിച്ചെടുക്കുന്നത്. പിന്നെ റെഡോ എന്നൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. റെഡോ ഡിലീറ്റ് ക്ലിപ്പ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഇത് നമ്മൾക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ മ്യൂസിക് ഇടാം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ടു ആഡ് മ്യൂസിക് എന്നുള്ള എഴുതിക്കണ വശത്ത് നിൽക്കുക. അങ്ങനെ നിൽക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനിലുള്ള മ്യൂസിക് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. നെറ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ ഈ ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പിന്നെ ഇൻ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ പൊക്കത്തുണ്ടാവും. അതിൽ നോക്കിയിട്ട് സെർച്ച് ബാറിനകത്ത് നിങ്ങൾക്ക് എന്ത് പാട്ടാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഒരെണ്ണം അങ്ങോട്ട് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാമെന്നേ, ഇതെങ്ങനെ ഇത് ആണോ അതെന്ന് പോസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ആഡ് നിൽക്കുക. അത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആ വീഡിയോ ലെയർ ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കൈൻമാസ്റ്ററിനെക്കാളും ഇതിൻ്റെ ഓഡിയോ എഡിറ്റിംഗ് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു വരാം. അത് വീഡിയോയിനെ അധികം ബാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം, നിങ്ങൾ ഹാൻഡിൽ ചെയ്താൽ അത്. പിന്നെ നമുക്കിത് ഇവിടുന്ന് ഈ ഒരു ക്ലിപ്പ് വേണമെങ്കിൽ ദൂരെ കൊണ്ടേ മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ദൂരെ അന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഇന്ന വശം ട്രിം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നടക്കുകയുള്ളൂ. ട്രിം ചെയ്ത വശം ജസ്റ്റ് ഒന്ന് അമർത്തുക, എന്നിട്ട് പിടിച്ചങ്ങ് വലിക്കുക, പിന്നെ കൊണ്ടുവന്ന് വെക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ പക്ഷേ അതേ ക്ലിപ്പ് തന്നെ അതിന് പുറമെ കൊണ്ടുവന്ന് വെക്കാനാവില്ല. അത് ഇതിൻ്റെ അകത്ത് കൈൻമാസ്റ്ററിനെ പോലെയല്ല, ചെറിയൊരു ഡിഫറൻസൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ആപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ലെയറിന് ഒരു മ്യൂസിക് ലെയറിന് പുറമെ അല്ലെങ്കിൽ ഒരു ഓഡിയോ ലെയറിന് പുറമെ മറ്റൊരു ഓഡിയോ ലെയർ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. അത് കൈൻമാസ്റ്ററിലേ പോസിബിളായിട്ടുള്ളൂ നിലവിൽ. വിവാകട്ടിൽ അത് പറ്റത്തില്ല. പിന്നീട് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം, ഡൺ നിൽക്കി ഇതിങ്ങനെ റീസൈസ് ചെയ്യാം, ജസ്റ്റ് ആംഗിളും കൂടി മാറ്റിയേക്കാം. ഇവിടെ കളർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കളർ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് സ്ട്രോക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്കിൻ്റെ സൈസ് കുറച്ച് കൂടിപ്പോയെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് മനോഹരമാക്കാവുന്നതാണ്. ഇനി ടെക്സ്റ്റ് അവിടെ എന്തെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ, ഓരോ ലെയറിന് കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ അവിടെ ആ ഒരു വശത്തിൽ ഒരു ബബിൾ കാണുക, ആ ബബിൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. പിന്നീട് ഇവിടെ മോഡിഫൈ നിൽക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിൽ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്യണം, ഓപ്ഷനാണ് അത് ടൈപ്പ് ചെയ്ത് റീസൈസ് ചെയ്തു, ഇതാണ് കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇത് സ്പ്ലിറ്റും ചെയ്യാവുന്ന, സ്പ്ലിറ്റ് ചെയ്ത് 2 കഷ്ണമായി. പക്ഷെ ഒരു കാര്യം നോക്കണം, നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇല്ല, അതിൻ്റെ ഒരു കഷ്ണം അപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. എത്ര കഷ്ണം വേണ്ടിയിരുന്നാൽ അതിൻ്റെ ബാക്കി റെസിഡ്യൂ ഉണ്ടാവും. ആ കഷ്ണം നിങ്ങൾ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തോ. പിന്നീടുള്ളത് ഇതിനകത്ത് ഫോണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടു. ഇതിന് നെറ്റില്ലാണ്ട് ഡൗൺലോഡർ അല്ലായിരിക്കും, നിങ്ങൾക്കത് മിക്കവാറും കയറ്റേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കസ്റ്റം ഫോണ്ട് എന്നൊരു ഓപ്ഷൻ, നിങ്ങൾക്കാണ് വേറെ ഫോൺസ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അതിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ഇതിന് വരെ ആനിമേറ്റ് എന്നൊരു ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് പൊസിഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്താ വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇത് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എന്നിട്ട് പൊസിഷൻ്റെ സാധനത്തിൽ നോക്കി ജസ്റ്റ് എന്തെങ്കിലും അമർത്തി പിടിക്കാതെ നിങ്ങൾക്ക് ഇവിടെ ആരോസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് അവിടെ പൊസിഷൻ ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആംഗിൾ മാറ്റുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ വിസിബിലിറ്റി സെറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും, കറക്റ്റ് പൊസിഷനിങ് ചെയ്യാൻ പറ്റും. സ്ക്രീനിനകത്ത് അങ്ങോട്ട് കൈതൊട്ട് നീക്കി കൊണ്ടുപോയി ഈ കഷ്ടപ്പെടാൻ ആവശ്യമില്ല. ഒരുമാതിരി ഒരു മൗസ് പോലെയൊക്കെ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. ഒരു ലാപ്ടോപ്പിൻ്റെ അകത്തുള്ള ഈ ആരോ സ്വിച്ചസ് പോലെയൊക്കെയാണ് ഇതിൻ്റെയും പ്രവർത്തനം. കൈൻമാസ്റ്ററിൽ ആ ഫീച്ചറില്ല.
അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഉപയോഗപ്പെട്ട കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഓവർ ലെയർ എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഇപ്പോൾ വീഡിയോയിനകത്ത് എൻ്റെ ലോഗോ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഓവർ ലെയർ നിൽക്കും. പിന്നെ ഇവിടെ ഞാൻ ഇമേജസ് നിൽക്കും. സിസ്റ്റം എന്നുള്ള വശത്ത് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ആക്ച്വലി ഒരു ഓപ്ഷനാണത്. അവിടെ നിൽക്കിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ ലോഗോ ഉള്ളത് അതൊന്ന് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. ഇപ്പോൾ ഇതിപ്പോൾ കാണാൻ ആ ലോഗോ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇതിൻ്റെ ഒരു പുതിയ മോഡിഫൈഡ് ലോഗോ ആണ്. ഓക്കെ, കറക്റ്റായി. ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഓക്കെ, ഇത്രയും കറക്റ്റായിട്ടുണ്ട്. അതിനുശേഷം ആനിമേഷനിലേക്ക് പൊക്കത്ത് കൊണ്ടുപോയി അറ്റത്താക്കിയിടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിന് മറ്റുള്ളവർ ഡൗൺലോഡ് ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്യൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിനകത്ത് നിങ്ങൾ വാട്ടർമാർക്ക് ഇടുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് എന്നൊരു ഓപ്ഷനൊക്കെ അഡീഷണലായിട്ട് തന്നിട്ടുണ്ട് ഇവിടെ. ഗിഫീസും ഇതൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിനുവേണ്ടി നെറ്റിൻ്റെ ആക്സസ് വേണ്ടി വരും, അല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ക്യാൻവാസ് എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ക്യാൻവാസ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ കാണേണ്ട ഒരു റെസൊല്യൂഷൻ, ആ ഒരു റെസൊല്യൂഷൻ നിങ്ങൾക്ക് അങ്ങോട്ട് മാറ്റം വരുത്താൻ പറ്റും. റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യുക, എത്ര റെസൊല്യൂഷനിലാണ് വേണ്ടതെന്നൊക്കെ. ഇതൊക്കെയാണ് ക്യാൻവാസ് എന്നൊരു ഇത് ചെയ്യണത്. ഞാൻ ഇത് അങ്ങോട്ട് ആസ് ഇറ്റ് ഈസ് ഒറിജിനൽ വെക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് സെപ്പറേറ്റ് കളർ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് മാറ്റണമെങ്കിൽ തോന്നാം. ഓൾറെഡി ഇത് ഫിറ്റ് സ്ക്രീനാണ്, അതാണ്. നിങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിന് വൈറ്റ് ഇഷ്ടമുണ്ട്. ഇവിടെ സൈഡിലൊക്കെ നിങ്ങൾക്ക് എഡ്ജസ് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റായിട്ട് അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ കൊടുക്കാവുന്നതാണ്. പിന്നെ അപ്ലൈ ടു ഓൾ ക്ലിപ്സ് നോക്കി കഴിഞ്ഞാൽ ഒന്നിലധികം ക്ലിപ്പ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും കൂടി അത് അപ്ലൈ ആയിക്കോളും. പിന്നെ